വർഷങ്ങളായി ഭരണത്തിൻ്റെ തണലിലും സ്വാധീനത്തിലും പിൻവാതിലിലൂടെ കയറിപ്പറ്റി ജനങ്ങളുടെ നികുതിപ്പണം തട്ടിയെടുത്ത തട്ടിപ്പുകാർക്കിപ്പോൾ വരുന്നത് കൃത്യമായ പ്രഹരമാണ്. മുൻ LDF ഭരണസമിതിയുടെ കാലത്ത് പാർട്ടിക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും വഴിവിട്ട് ചെയ്തു കൊടുത്ത പിൻവാതിൽ നിയമനങ്ങളും വ്യാജരേഖാ തട്ടിപ്പുകളും ഒന്നൊന്നായി UDF ഭരണം വന്നതോടെ വെളിച്ചത്ത് വരികയും തട്ടിപ്പുകാരുടെ ജോലി തെറിക്കുകയും ചെയ്യുന്ന കാഴ്ചയ്ക്കാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. പാലക്കാട് പുതുക്കോട് പഞ്ചായത്തിൽ നടന്ന സംഭവം ഇതിൻ്റെ ഏറ്റവും അവസാനത്തൊരു തെളിവാണ്. LDF ഭരണകാലത്ത് വ്യാജ ബികോം മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കി തന്ത്രപ്രധാനമായ അക്കൗണ്ട് കം IT അസിസ്റ്റന്റ് തസ്തികയിൽ വർഷങ്ങളോളം സുഖമായി ജോലി ചെയ്ത DYFI നേതാവ് KV ഗണപതിക്ക് ഒടുവിൽ പൂട്ടുവീണിരിക്കുന്നു. ഭരണം മാറിയതോടെ തട്ടിപ്പുകൾ ഒന്നൊന്നായി പൊളിയുകയും ഇയാളെ കയ്യോടെ പൊക്കി ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരിക്കുകയാണ് പുതിയ UDF ഭരണസമിതി. മുൻ ഭരണസമിതിയുടെ കാലത്ത് അർഹരായ ഉദ്യോഗാർത്ഥികളെ പുറത്തു നിർത്തി സ്വന്തം കേഡർമാർക്ക് യാതൊരു യോഗ്യതാ പരിശോധനയുമില്ലാതെ വഴിവിട്ട നിയമനങ്ങൾ വാരിക്കോരി നൽകുകയായിരുന്നു. എന്നാൽ ഭരണം മാറിയതോടെ കഥ മാറി. ഹൈക്കോടതി ഉത്തരവ് കാട്ടി വീണ്ടും ജോലിയിൽ തുടരാനെത്തിയ ഗണപതിയുടെ സർട്ടിഫിക്കറ്റുകളിലെ തട്ടിപ്പ് UDF ഭരണസമിതി കൃത്യമായ പരിശോധനയിലൂടെ പുറത്തു കൊണ്ടുവന്നു. കേവലം മാർക്ക് ലിസ്റ്റ് മാത്രം ഹാജരാക്കിയാൽ സംശയം തോന്നിയ സർവകലാശാലയിലേക്ക് അയച്ച് പരിശോധിച്ചതോടെയാണ് ഇയാൾ ബിരുദം പോലും പാസ്സായിട്ടില്ല എന്ന ഞെട്ടിക്കുന്ന വിവരവും വ്യാജ മാർക്ക് ലിസ്റ്റും തട്ടിപ്പും പുറത്തു വരുന്നത്. തട്ടിപ്പ് വെളിച്ചത്തായതോടെ പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകുകയും രാജിവെച്ചോടേണ്ടി വരികയും ചെയ്ത ഈ മുൻ DYFI നേതാവിനായി പോലീസ് ഇപ്പോൾ വല വിരിച്ചു കഴിഞ്ഞു. മുൻ LDF ഭരണസമിതിയുടെ ഒത്താശയോടെ പിൻവാതിലിലൂടെ കടന്നുകൂടിയ സകല കള്ളന്മാരുടെയും ഉറക്കം കെടുത്തുന്ന നടപടികളാണ് പുതിയ ഭരണസമിതി സ്വീകരിച്ചു വരുന്നത്. കേവലം ഒരു തട്ടിപ്പുകാരനെ പുറത്താക്കുക മാത്രമല്ല, ഇയാൾക്ക് നിയമനം നൽകിയ അന്നത്തെ ഇൻ്റർവ്യൂ ബോർഡിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും കഴിഞ്ഞ 5 വർഷക്കാലത്ത് LDF ഭരണത്തിൽ നടന്ന മുഴുവൻ താൽക്കാലിക നിയമനങ്ങളും സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. അർഹതപ്പെട്ട സാധാരണക്കാരായ യുവതീ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ തട്ടിയെടുത്ത് വ്യാജരേഖകളുണ്ടാക്കി പാർട്ടിക്കാരെ തിരുകിക്കയറ്റിയ മുൻ LDF സർക്കാരിൻ്റെയും ഭരണസമിതികളുടെയും തനി നിറമാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഭരണത്തിൻ്റെ തണലിൽ എന്തും കാട്ടിക്കൂട്ടാമെന്നും ആരും ചോദിക്കില്ലെന്നും കരുതിയവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഈ നടപടി. തട്ടിപ്പിലൂടെ ജോലിയിൽ തുടരാമെന്ന് സ്വപ്നം കണ്ട കേഡർമാരുടെ എല്ലാം സീറ്റ് ഇളകിക്കഴിഞ്ഞു. പിൻവാതിൽ വഴി കയറിപ്പറ്റിയ കള്ളന്മാരെ ഒന്നൊന്നായി കൂട്ടിലടക്കാനും മുൻകാലങ്ങളിൽ നടന്ന സകല അഴിമതി നിയമനങ്ങളും വെളിച്ചത്ത് കൊണ്ടുവന്ന് അർഹരായവർക്ക് നീതി ഉറപ്പാക്കാനും UDF ഭരണസമിതി കാട്ടുന്ന ഈ നിശ്ചയദാർഢ്യം ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതി നിർവഹണം തന്നെയാണ്. തട്ടിപ്പുകാർ എത്ര ഉന്നതരായാലും എത്ര ഒളിച്ചോടിയാലും നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്.